സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ക്ലിയർ അല്ലേ? ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ? അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക് ഇവന്റ് of an organization to the interested users of such information. So accounting എന്താണ്? എക്കണോമിക് ഇവന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? എക്കണോമിക് ഇവന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണ് എക്കണോമിക് ഇവന്റ്സ്? എക്കണോമിക് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൈസ കൊടുത്തൊരു സാധനം മേടിക്കുന്നു, അല്ലെങ്കിൽ പൈസയ്ക്ക് ഒരു സാധനം വിൽക്കുന്നു. അവിടെ പൈസയ്ക്കാണ് മേടിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. അതൊരു എക്കണോമിക് ഇവന്റ് ആണ്. ക്ലിയർ ആണോ? ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. വഴി കൂടെ നടന്നു പോകുമ്പോൾ അന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നു, അയാളെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഒന്നും അതിനു വേണ്ടി പൈസയായിട്ട് മേടിക്കുന്നില്ല. അതൊരു എക്കണോമിക് ഇവന്റ് അല്ല. സോ എക്കണോമിക് ഇവന്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് അവയെ മെഷർ ചെയ്യുന്നു. എത്രയാണ് അതിന്റെ വില? അതിനുശേഷം അതിനെ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുന്നു. എവിടെയെങ്കിലും ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ആർക്കാണോ ഇൻഫർമേഷൻ കൊണ്ട് ഉപയോഗമുള്ളത് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അതിലെ എക്കണോമിക് ഇവന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവയെ മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ആർക്കാണോ ഈ ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുള്ളത് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഈ ആർക്കാണോ ഗുണമുള്ളത് എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ക്ലിയർ ആണോ? ഇവ എക്സ്റ്റേണൽ യൂസേഴ്സും കാണാം, ഇന്റേണൽ യൂസേഴ്സും കാണാം. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത്രയും ഓർത്താൽ മതി. ആർക്കാണോ ഇവരെ കൊണ്ട് ഉപയോഗം അവരിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്നു. In order to appreciate the exact nature of accounting, we must understand the following relevant aspect of definition. That means identification, measurement, recording and communication. Clear ആണോ? Yes. So ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഐഡന്റിഫിക്കേഷൻ? എക്കണോമിക് ഇവന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്താണ് മെഷർമെന്റ്? ഈ എക്കണോമിക് ഇവന്റിന്റെ മണി വാല്യൂ അസർട്ടൈൻ ചെയ്യുന്നു. എന്താണ് റെക്കോർഡിംഗ്? ഇത് പ്രോപ്പറായി ഒരിടത്ത് എഴുതുന്നു. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഈ ഇൻഫർമേഷൻ ആർക്കാണോ ഉപയോഗമുള്ളത് ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? യെസ്. സോ ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ അല്ലേ? യെസ്. സോ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റു തരത്തിലുള്ള അക്കൗണ്ടിങ്ങുകൾ, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇവയൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയും ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ അക്കൗണ്ടിങ് ആസ് സച്ച് മീൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ക്ലിയർ ആണോ? സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് എക്കണോമിക് ഇവന്റ്സിനെ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. അവയെ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഉണ്ടാകേണ്ടുന്ന ചില സവിശേഷതകളുണ്ട്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ സവിശേഷതകൾ. ഈ ഒരു ഇൻഫർമേഷന് റിലയബിലിറ്റി ഉണ്ട്, വിശ്വസ്തതയുണ്ട്, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമാണ് ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ. കാരണം ഈ ഒരു ഇൻഫർമേഷൻ ചുമ്മാതെയല്ല നമ്മൾ എഴുതുന്നത്. ഒരു പെർട്ടിക്കുലർ സോഴ്സ് ഡോക്യുമെന്റിന്റെ ബേസിസിലായിരിക്കും എഴുതുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്?
പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇവന്റാണ്. നമ്മൾ കാശ് കൊടുത്താൽ പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് കാണും, പർച്ചേസ് റെസീപ്റ്റ് അല്ലെങ്കിൽ ആ പേയ്മെന്റ് വൗച്ചർ കാണും. അതിന്റെ ബേസിസിലാണ് ഇത്ര രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുമെന്ന് റെക്കോർഡ് ചെയ്യുന്നത്. സോ പ്രോപ്പർ എവിഡൻസിന്റെ സോഴ്സ് ഡോക്യുമെന്റിന്റെ ബേസിസിലാ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് എന്താ, ഈ ഇൻഫർമേഷൻ റിലയബിൾ ആണ്. അടുത്തത് എന്താ, ഈ ഇൻഫർമേഷൻ റിലവന്റ് ആണ്. റിലവന്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ആണ് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? സോ റിലവന്റ് ആണ്. അല്ലാതെ 10 വർഷം മുന്നത്തെ ഒരു ഇൻഫർമേഷൻ അല്ല കിട്ടുന്നത്. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ റിസൾട്ട് എന്താണ്, അതാണ് അക്കൗണ്ടിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തേതാണ് നമുക്ക് ഇൻഫർമേഷനായി മുന്നിലേക്ക് വരുന്നത്. സോ അത് വെച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ ഇൻഫർമേഷൻ റിലവന്റ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10-15 വർഷം മുന്നത്തെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റോ ലോസോ അറിഞ്ഞിട്ട് നമുക്കിപ്പോ കാര്യമില്ല. നമ്മളുടെ കമ്പനിയുടെ തൊട്ടു മുന്നത്തെ വർഷത്തെ പ്രോഫിറ്റോ ലോസോ അറിഞ്ഞാൽ എന്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോസ് ആയിപ്പോയി എന്ന് പഠിച്ച് മുന്നോട്ടേക്ക് നമുക്ക് പോകാനായി സാധിക്കും. അതാണ് റിലവൻസ്. സോ റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? യെസ്. അടുത്തതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഈ ഇൻഫർമേഷൻ ആൾക്കാർക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പ്രസന്റ് ചെയ്യുന്നു. ഒരുപാട് കോംപ്ലക്സ് ആക്കാതെ മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഏറ്റവും അവസാനം കമ്പയറബിലിറ്റി. കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വർഷത്തെ 2025 എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തു. ഓക്കെ ആണോ? ഞാൻ അങ്ങനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കണ്ടുപിടിച്ചു. 2026 ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2025 എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതേ മെത്തേഡുകൾ ഉപയോഗിച്ച് അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് വേണം 2026 പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ മാത്രമേ 2026 പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ 2025 പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസുമായി കമ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 2025 റെക്കോർഡുകൾ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു, 2026 വേറൊരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റുകളെ ഒരിക്കലും എനിക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. സോ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ മെത്തേഡ്സ് ഒരേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. എന്നാലേ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ റെക്കോർഡുകളെ മറ്റൊരു വർഷത്തേതുമായി കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലേ പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് സാധ്യമാവുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കണം, സോഴ്സ് ഡോക്യുമെന്റിന്റെ ബേസിസിലായിരിക്കണം ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലവന്റ് ആയിരിക്കണം, അതായത് ടൈംലി ആയി ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കണം. ഈ വർഷത്തെ ഇൻഫർമേഷൻ 4 വർഷം കഴിഞ്ഞല്ല യൂസേഴ്സിന് കൊടുക്കേണ്ടത്, അടുത്ത വർഷം തന്നെ അല്ലെങ്കിൽ ഈ വർഷം കഴിയുന്ന ഉടനെ തന്നെ എത്രയും വേഗം കൊടുക്കണം. എന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. റിലവന്റ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മനസ്സിലാക്കാത്ത രീതിയിൽ ഉള്ള രീതിയിൽ ടെക്നിക്കൽ ജാർഗൻസ് യൂസ് ചെയ്താകരുത് ആ ഒരു ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യേണ്ടത്. അതുപോലെ കമ്പയറബിൾ ആയിരിക്കണം, ഉപയോഗിക്കുന്ന മെത്തേഡ്സും പ്രൊസീജിയേഴ്സും ഒക്കെ കൺസിസ്റ്റന്റ് ആയി കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുക. ക്ലിയർ ആണോ? അവയിൽ മാറ്റം കഴിവതും വരുത്താതെ ഇരിക്കുക, എന്നാലേ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? റിലയബിലിറ്റി, റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. അടുത്തത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തിനു നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണം? ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായി ബിസിനസ് ട്രാൻസാക്ഷന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൽ ഒരുപാട് തരം പ്രവർത്തികൾ നടക്കും. അതിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് അവയെ ക്ലാസിഫൈ ചെയ്ത് അവയെ സമ്മറൈസ് ചെയ്ത് ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നു. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക? അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ കിട്ടിയത് എന്ന് അറിയണം. സോ ഫോർ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രേഡിംഗ് P&L അക്കൗണ്ട്. ട്രേഡിംഗ് P&L അക്കൗണ്ട്. ക്ലിയർ ആണോ? ട്രേഡിംഗ് P&L അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുന്നത്. അതിൽ P&L അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടും. പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്,
ഇനി നഷ്ടമാണ് നമുക്കുള്ളതെങ്കിൽ നെറ്റ് ലോസ് ഇതിന്റെ ബാലൻസ് ആയി നമുക്ക് കിട്ടും. ഓക്കെ ആണോ? സോ ട്രേഡിംഗ് P&L അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡെപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ എത്ര അസറ്റ് ഉണ്ട്, ടോട്ടൽ അസറ്റ് എത്ര, അതുപോലെ നമ്മളുടെ ബാധ്യത എത്ര, ടോട്ടൽ ലയബിലിറ്റി എത്ര, അതുപോലെ ക്യാപിറ്റൽ എത്രയുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസയാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ ഒരു ബിസിനസ് തുടങ്ങി 10,000 രൂപ ഇട്ട ബിസിനസ് തുടങ്ങിയെങ്കിൽ ആ 10,000 ഞാൻ ഓണർ കൊണ്ടുവന്നതല്ലേ, അതിനെയാ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു വർഷം അവസാനിക്കുമ്പോൾ ബിസിനസിന്റെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി, അവർക്ക് എത്ര ബാധ്യതയുണ്ട്, അവർക്ക് എത്ര ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഉണ്ട്. ക്ലിയർ ആണോ? ഇതിനെ മനസ്സിലാക്കുന്നതിനെയാ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ. സോ ഇത് മനസ്സിലാക്കാൻ ഒരു വർഷത്തിന്റെ അവസാനം അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു. ക്ലിയർ അല്ലേ? അക്കൗണ്ടിങ്ങിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താണ് അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, ക്യാപിറ്റൽ എത്ര എന്ന കാര്യം നമ്മൾ അസർടൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ അതിന് വെവ്വേറെ അക്കൗണ്ടുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അടുത്തതാണ് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ഈ ഇൻഫർമേഷൻ എല്ലാം ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ഒബ്ജക്റ്റീവ്. ഓക്കെ ആണോ? ഇത്തരത്തിൽ 4 ഒബ്ജക്റ്റീവ്സ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുക. ക്ലിയർ ആണോ? മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. രണ്ടാമത് എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ബിസിനസ് ആ വർഷം ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തുക. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഏതിലൂടെ? ട്രേഡിംഗ് P&L അക്കൗണ്ടിലൂടെ. ഓക്കെ ആണോ? യെസ്. ഈ P&L അക്കൗണ്ടിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കാം. നമ്മൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് അതിനെ വിളിക്കും. ഓക്കെ ആണോ? അതൊക്കെ നമ്മൾ കമ്പനി പഠിക്കുമ്പോൾ പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അടുത്ത ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്. ക്ലിയർ അല്ലേ? അത് അസർടൈൻ ചെയ്യാൻ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ ആണ്? അപ്പൊ P&L അക്കൗണ്ടിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കും. കാരണം ഫിനാൻഷ്യൽ പൊസിഷൻ അസർടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഏറ്റവും അവസാനം ഈ ഇൻഫർമേഷൻസ് എല്ലാം ആർക്ക് കൈമാറും? അക്കൗണ്ടിങ് യൂസേഴ്സിന് കൈമാറും. ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കി, അതിന്റെ ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, അതിനുശേഷം അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സും നോക്കി. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടേംസ് ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒക്കെ ടേംസ് ആണ് പിന്നീട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഓരോ ഐറ്റംസ് ഒക്കെ ആയിട്ട് എടുക്കേണ്ടി വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടേംസ്, ഒന്നാമത്തെ ടേം ആണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് എക്സിസ്റ്റൻസ് ഉള്ള ഒരു കാര്യത്തെ വിളിക്കുന്ന പേരാണ് എൻറ്റിറ്റി. Entity means a reality that has a definite individual existence. നിലനിൽപ്പുള്ള ഒന്ന്, അതാണ് entity. Business entity means a specifically identifiable business enterprise. ഓക്കെ ആണോ? ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ബിസിനസ്, അതാണ് entity എന്ന് പറയുന്നത്. എക്സാമ്പിൾ സൂപ്പർ ബസാർ, ഹയർ ജ്വല്ലറി. ക്ലിയർ ആണോ? കല്യാൺ സിൽക്സ്, ഇതൊക്കെ എന്താ? ഒരു എൻറ്റിറ്റിയാണ്. അവർക്കൊരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ ആണോ? അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കും. ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് ഓൾവേസ് ഡിവൈസ്ഡ് ഫോർ എ സ്പെസിഫിക് ബിസിനസ് എൻറ്റിറ്റി, ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് എൻറ്റിറ്റി. അപ്പൊ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാ? ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റിയുടെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാനും, ഈ അക്കൗണ്ടിങ് എൻറ്റിറ്റിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനും, ഈ അക്കൗണ്ടിങ് എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനും, ഈ ഇൻഫർമേഷൻ ഈ അക്കൗണ്ടിങ് എൻറ്റിറ്റിയുടെ യൂസേഴ്സിന് കൈമാറാനും വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉള്ളത്. സോ അതാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രാൻസാക്ഷൻ. എന്താണ് ഒരു ട്രാൻസാക്ഷൻ?
ആൻഡ് ഈവൻ ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entities. എൻറ്റിറ്റി എന്താണെന്നറിയാം, ഈ എൻറ്റിറ്റികൾ തമ്മിലുള്ള ഒരു ട്രേഡ്, അതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇവന്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entity. ഒന്നോ രണ്ടോ രണ്ടിലധികമോ എൻറ്റിറ്റീസ് പരസ്പരം എന്തൊക്കെയോ കൈമാറുന്നു ഫോർ എ വാല്യൂ. ക്ലിയർ ആണോ? ഫോർ എ കൺസിഡറേഷൻ. അതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ഒരു ട്രാൻസാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അവിടെ കാശ് വരണം എന്ന് വലിയ നിർബന്ധമില്ല, കാശ് കൈമാറണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും രീതിയിൽ രണ്ട് എൻറ്റിറ്റീസിന്റെ ഇടയിൽ വാല്യൂ ഉള്ള രണ്ട് സാധനം കൈമാറ്റപ്പെട്ടാൽ മതി. ക്ലിയർ ആണോ? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഒരു ട്രാൻസാക്ഷനാണ്. റിസീറ്റ് ഓഫ് മണി, നമുക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്ന് പൈസ കിട്ടി, അതൊരു ട്രാൻസാക്ഷനാണ്. ക്ലിയർ ആണോ? നമ്മൾ ചെയ്തു കൊടുത്തൊരു സേവനത്തിനോ അല്ലെങ്കിൽ കൊടുത്തൊരു സാധനത്തിനോ ആയിരിക്കും പൈസ കിട്ടുന്നത്. പേയ്മെന്റ് ടു എ ക്രെഡിറ്റർ, നമ്മൾ ഒരാളുടെ നിന്ന് കടം മേടിച്ചു, അയാൾക്ക് പൈസ തിരികെ കൊടുക്കുന്നു. അവിടെ എന്താ? ഒരു വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു വാല്യൂ എക്സ്ചേഞ്ച്. നമ്മൾ സാലറി എക്സ്പെൻസ് പേ ചെയ്തു അല്ലെങ്കിൽ റെന്റ് എക്സ്പെൻസ് പേ ചെയ്തു, അതെന്താ? ഒരു ട്രാൻസാക്ഷനാണ്. അവിടെ എന്താ? ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഒരു വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ വാല്യൂ എക്സ്ചേഞ്ച് നടന്നാൽ മതി. അതിനെ എന്തെന്ന് വിളിക്കാം? ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ക്യാൻ ബി എ ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷനും ട്രാൻസാക്ഷൻ തന്നെയാണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ട്രാൻസാക്ഷൻ തന്നെയാണ്. അതായത് കാശ് ശരിക്കും കൈമാറ്റപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, എയും ബിയും, ബിയുടെ കയ്യിൽ നിന്ന് എ 100 യൂണിറ്റ് ഗുഡ്സ് മേടിച്ചു. ക്യാഷിന് മേടിച്ചാൽ 100 രൂപ കൊടുത്താ മേടിക്കുന്നത്, അതും ട്രാൻസാക്ഷനാണ്. ഇനി ക്യാഷിനല്ല മേടിച്ച, ക്രെഡിറ്റിന്, കടത്തിനാ മേടിച്ച, അപ്പൊ കാശ് ശരിക്കും കൈമാറ്റപ്പെട്ടില്ല, പക്ഷെ ഒരു വാല്യൂ രണ്ടുപേരുടെ ഇടയിൽ കൈമാറ്റപ്പെട്ടു. ഒരു വാല്യൂ ഉള്ള സാധനം രണ്ടുപേരുടെ ഇടയിൽ കൈമാറ്റപ്പെട്ടു. അപ്പൊ ക്യാഷ് ഇൻവോൾവ് അല്ലെങ്കിലും അതൊരു ട്രാൻസാക്ഷൻ, അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. കടത്തിനുള്ള ഒരു ട്രാൻസാക്ഷൻ, കടത്തിലുള്ള ട്രാൻസാക്ഷൻ. ഓക്കെ ആണോ? അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എൻറ്റിറ്റി എന്താണെന്ന് നോക്കി, ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കി. അടുത്തതാണ് അസറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആൻ അസറ്റ്? സ്വത്ത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആർ എക്കണോമിക് റിസോഴ്സസ്. അതെന്താണ്? ഒരു സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സ് ആണ്. ക്ലിയർ ആണോ? ആരുടെയാ? ഒരു എന്റർപ്രൈസിന്റെ സാമ്പത്തികമായ റിസോഴ്സ് ആണ്. ഇത് അവർ എന്തിനാ ഉപയോഗിക്കുന്നത്? ക്യാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. പൈസയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന എക്കണോമിക് റിസോഴ്സ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു എന്റർപ്രൈസിന്റെ, ഒരു എൻറ്റിറ്റിയുടെ എക്കണോമിക് റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ, എന്റെ പെർട്ടിക്കുലർ ഓർഗനൈസേഷന് കുറച്ച് ലാൻഡ് ഉണ്ട്. ആ ലാൻഡിന് എനിക്ക് ഇത്ര രൂപ വിലയുള്ള ലാൻഡ് എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഞാൻ എന്റെ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ എന്റർപ്രൈസിന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിന് ഒരു വിലയുണ്ട്, അതിനെയാണ് അസറ്റ് എന്ന് വിളിക്കുന്നത്. So an economic resource of an enterprise that can be usefully expressed in monetary terms, അതിനെ അസറ്റ് എന്ന് വിളിക്കുന്നത്. അസറ്റ് ആർ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. ഈ അസറ്റ്സ് വെറുതെ വെക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്, വെറുതെ വെക്കാൻ വേണ്ടിയിട്ടല്ല. ഫർദർ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. എക്സാമ്പിൾ, സൂപ്പർ ബസാറിന് ഒരു ഫ്ലീറ്റ് ഓഫ് ട്രക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 5-6 ട്രക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രക്ക് വെറുതെ മേടിച്ച് വെച്ചിരിക്കുകയല്ല, ഫുഡ് സ്റ്റഫ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ഈ ട്രക്ക് ഉള്ളത് കൊണ്ട് സൂപ്പർ ബസാറിന് എക്കണോമിക് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രക്ക് എന്ന് പറയുന്നത് സൂപ്പർ ബസാറിന്റെ അസറ്റാ. എന്തുകൊണ്ട് അസറ്റായി? ഇത് മേടിച്ചിരിക്കുന്നത് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കാനാ, അല്ലെങ്കിൽ വീണ്ടും റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ ആണോ? അതിനെയാണ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം അസറ്റ് മേടിക്കുന്നത്, എന്നാലേ അതിനെ അസറ്റ് ആയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അതൊരു എക്കണോമിക് റിസോഴ്സാ. ആര് ഓൺ ചെയ്യുന്ന? എന്റർപ്രൈസ് ഓൺ ചെയ്യുന്ന റിസോഴ്സാ. ക്ലിയർ അല്ലേ? This item will be shown on the asset side of balance sheet. അസറ്റ് അല്ലേ? അസറ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അസറ്റ് എത്രയുണ്ടെന്ന് കാണാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും? സൂപ്പർ ബസാറിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 5 ഫ്ലീറ്റ് ഓഫ് ട്രക്ക്, ഇത്ര വിലയുള്ള ട്രക്ക് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പൊ ഇത്ര വിലയുള്ള 5 ഫ്ലീറ്റ് ട്രക്ക് ഉണ്ടെന്ന് അസറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അസറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും. ഓക്കെ ആണോ? കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റ് 1 വർഷം എന്ന് പറയുന്ന ഒരു കാലാവധി അതിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ ആണോ? 1 ഇയറിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. 1 വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കയ്യിൽ ഇത് ഇരിക്കില്ല.
അങ്ങനത്തെ അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വർഷം നമ്മുടെ കയ്യിലിരിക്കും. നോൺ കറണ്ട് അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്. ഇപ്പൊ രണ്ടു തരം അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. കറണ്ട് അസറ്റും ഉണ്ട്, നോൺ കറണ്ട് അസറ്റും. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ആ അസറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ അസറ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് കളയും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കയ്യിൽ അസറ്റ് കാണും. അപ്പൊ കറണ്ട് അസറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ തീർന്നു പോകും. ഫിക്സഡ് അസറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ്, എക്കണോമിക് ബെനിഫിറ്റ് ഒരു വർഷത്തിന് ശേഷവും ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ലഭിക്കും. ഓക്കെ ആണോ? അപ്പൊ രണ്ട് തരം അസറ്റുകൾ, കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് റിസോഴ്സ് ആണ്. ആരാ ഓൺ ചെയ്യുന്നത്? എൻറ്റിറ്റി അല്ലെങ്കിൽ എന്റർപ്രൈസ് ആ ഓൺ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. അസറ്റുകൾ രണ്ടു തരം ഉണ്ട്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. നമുക്ക് ഈ കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ ആ അസറ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റാ. ഒരു വർഷത്തിൽ കുറവേ ഉള്ളൂ എങ്കിൽ കറണ്ട് അസറ്റ് ആണ്. ക്ലിയർ ആണോ? ഈ അസറ്റ് എവിടെയാ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി. നമ്മളുടെ ബാധ്യതയാണിത്. ബാധ്യത. ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും പൈസയോ പൈസ പോലത്തെ എന്തെങ്കിലുമോ കൊടുക്കാനുണ്ട്, അതിനെയാണ് നമ്മളുടെ ബാധ്യത എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ് that an enterprise has to pay at some time in the future. ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ ആർക്കെങ്കിലുമോ കൊടുക്കേണ്ടുന്നതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യം, അതിനെയാണ് നമ്മളുടെ ബാധ്യത എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? They represent creditors' claim on the firm's debt. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ. നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ. ക്ലിയർ ആണോ? നമ്മൾ പൈസ കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ക്രെഡിറ്റർ എ എന്റെ ക്രെഡിറ്റർ ആണെന്ന് പറഞ്ഞാൽ എക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട്, അതാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. വേറൊരു വാക്കുണ്ട് ഡെറ്റർ. ഡെറ്റർ ഡെപ്റ്റർ അല്ല, ഡെറ്റർ. ഡെറ്റർ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈസ തരാനുള്ളവൻ. ക്ലിയർ ആണോ? എനിക്ക് പൈസ തരാനുള്ളവൻ. അപ്പം എ എന്റെ ഡെറ്റർ ആണെങ്കിൽ എ എനിക്ക് പൈസ തരാനുണ്ട്. എ എന്റെ ക്രെഡിറ്റർ ആണെങ്കിൽ ഞാൻ എക്ക് പൈസ കൊടുക്കാനുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റേഴ്സ് ക്ലെയിം ഓൺ ഫേംസ് അസറ്റ്. അതായത് ഞാൻ പൈസ കൊടുക്കാനുള്ളവന് എന്റെ അസറ്റിന്റെ മേൽ ക്ലെയിം ഉണ്ട്, അതായത് ഞാൻ അവന് പൈസ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതിനെയാണ് ബാധ്യത എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? Both small and big business find it necessary to borrow money at one time or the other. ഏതൊരു ബിസിനസ് ആണെങ്കിലും കടത്തിന് കാശ് എടുക്കും, ആ കാശ് അവര് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ആ ലോൺ ഈസ് ദെയർ ലയബിലിറ്റി. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പൈസ എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്ററെ ക്രിയേറ്റ് ആയി, പൈസ കൊടുക്കേണ്ട വ്യക്തി ക്രിയേറ്റഡ് ആയി, ആ ക്രെഡിറ്റർ ഈസ് എ ലയബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ളവനാണ്. ഡെറ്റർ നമ്മളെ സംബന്ധിച്ച അസറ്റാ, നമുക്ക് പൈസ കിട്ടാനുണ്ട്, അവന്റെ നിന്ന് പൈസ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാനാ ഉള്ളത്. അവൻ നമ്മുടെ അസറ്റാ. ഡെറ്റർ നമ്മുടെ കറണ്ട് അസറ്റാ, കാരണം ഒരു വർഷത്തിനുള്ളിൽ അവൻ നമുക്ക് പൈസ തിരിച്ചു തരും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതാണ് നമ്മുടെ അസംഷൻ. സോ ഒരു വർഷത്തിനുള്ളിൽ അവൻ പൈസ തിരിച്ചു തന്നിരിക്കും, അതുകൊണ്ടാണ് അവനെ നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടാണ് കാണുന്നത്. ക്രെഡിറ്റേഴ്സിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്, കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ ആണോ? ലയബിലിറ്റിയും രണ്ടു തരമുണ്ട്, കറണ്ടും നോൺ കറണ്ട് ലയബിലിറ്റിയും ഉണ്ട്. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ ബാധ്യത നമ്മൾ വീട്ടും, അതാണ് കറണ്ട് ലയബിലിറ്റി. ക്രെഡിറ്ററിന്റെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഒരു വർഷത്തിനുള്ളിൽ അവന് കൊടുക്കേണ്ട പൈസ നമ്മൾ കൊടുക്കും. സോ ക്രെഡിറ്റർ നമ്മളുടെ കറണ്ട് ലയബിലിറ്റിയാണ്. ഇനി നോൺ കറണ്ട് ലയബിലിറ്റിയെ നമ്മൾ ഫിക്സഡ് ലയബിലിറ്റി എന്നല്ല, ലോങ് ടേം ലയബിലിറ്റി എന്നും കൂടെ വിളിക്കും. ലോങ് ടേം ലയബിലിറ്റി. ഓക്കെ ആണോ? ലയബിലിറ്റി ലോങ് ടേം. കറണ്ട് ലയബിലിറ്റിയെ ഷോർട്ട് ടേം ലയബിലിറ്റി എന്നും വിളിക്കാം. ഓക്കെ ആണോ? കറണ്ട് ലയബിലിറ്റി ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് വിളിക്കാം. ഒരു വർഷത്തിനുള്ളിൽ അത് നമ്മൾ എങ്ങനെയായാലും വീട്ടും. നോൺ കറണ്ട് ലയബിലിറ്റിയെ ലോങ് ടേം ലയബിലിറ്റി എന്ന് വിളിക്കാം. അത് ഒരു വർഷത്തിൽ കൂടുതൽ സമയം എടുത്തേ നമ്മൾ വീട്ടുകയുള്ളൂ, നമുക്ക് കുറച്ചുകൂടെ സാവകാശമുണ്ട്. ഓക്കെ ആണോ? ലോങ് ടേം ലോണുകൾ. ഓക്കെ അല്ലെ? ഒരു വർഷത്തിൽ കൂടുതൽ സമയമുണ്ട് വീട്ടാൻ വേണ്ടി. അവ എന്താണ്? ലോങ് ടേം ലയബിലിറ്റിയാണ്. ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി. സോ അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനോ ഒക്കെ ഉണ്ട്, നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഡെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബാധ്യതയാണ്.
ഈ ബാധ്യത രണ്ട് തരമുണ്ട്. ഷോർട്ട് ടേം ലൈബിലിറ്റി അല്ലെങ്കിൽ കറന്റ് ലൈബിലിറ്റി ഉണ്ട്, ലോങ് ടേം ലൈബിലിറ്റി അല്ലെങ്കിൽ നോൺ കറന്റ് ലൈബിലിറ്റി ഉണ്ട്. ഷോർട്ട് ടേം ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇത് വീട്ടും. ലോങ് ടേം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ സമയം എടുത്ത് നമ്മൾ ഇത് വീട്ടുകയുള്ളൂ. അത്രയും സമയം നമുക്കുണ്ട് ഇത് വീട്ടാൻ വേണ്ടി. ഓക്കെ ആണോ? അതിനെ നമുക്ക് എന്തെന്നും പറയാം? ഇറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം ഓൺ ഫേംസ് അസറ്റ് ആണെന്നും പറയാം. അതാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് ക്യാപിറ്റൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓണറുടെ കോൺട്രിബ്യൂഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ് ടു ദ ബിസിനസ്, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഈ ക്യാപിറ്റൽ ക്യാഷ് ആയി തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. ക്യാഷ് ആയിട്ടും കൊണ്ടുവരാം, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടും കൊണ്ടുവരാം. കൈൻഡ് മീൻ ഏതെങ്കിലും അസറ്റ് ആയിട്ടും കൊണ്ടുവരാം. ഓക്കെ ആണോ? വേണമെങ്കിൽ എനിക്ക് 10,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്റെ ഒരു കാറ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. അപ്പൊ അസറ്റ് ആയിട്ടും എനിക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാം. It may be bought in the form of cash or asset by the owner of the business entity. Capital is an obligation and a claim on the asset of the business. Capital എന്താ? ക്യാപിറ്റലും ഒരു ഒബ്ലിഗേഷൻ ആണ്. ക്യാപിറ്റലും ഒരു ഒബ്ലിഗേഷൻ ആണ്. അതായത് നമ്മളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കും. അക്കൗണ്ടിങ്ങിൽ ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. ഓക്കെ ആണോ? ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. അപ്പം എ എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട്. എയുടെ ഓണർ ബി ആണെങ്കിൽ എ വേറെ, ബി വേറെ, സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ബി എയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാഷ് ആയിക്കോട്ടെ, അസറ്റ് ആയിക്കോട്ടെ, അതാണ് ബിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ. എയെ സംബന്ധിച്ചും അതാണ് ക്യാപിറ്റൽ, ഓണർ കൊണ്ടുവന്ന പൈസ. പക്ഷെ ഓണറിനെയും ഫേമിനെയും രണ്ടായിട്ട് അക്കൗണ്ടിങ് കാണുന്നത് കൊണ്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് പൈസ മേടിച്ചതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉണ്ട്. ഓക്കെ ആണ്? അല്ലെങ്കിൽ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യാപിറ്റലിനെ ഒരു ഒബ്ലിഗേഷൻ ആയിട്ടാണ് ബിസിനസ്സിൽ കാണുന്നത്. ഡ്യൂ ടു സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ പഠിക്കും. അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സും ബിസിനസ്സുകാരനെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസ, അതായത് ക്യാപിറ്റൽ, ബിസിനസ് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ടെന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ എന്തായിട്ട് കാണുന്നത്? ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് കാണുന്നത്. തിരിച്ച് പേ ചെയ്യാൻ ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന രീതി കാണുന്നത്. Therefore, it is shown as capital on liability side of balance sheet. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ കാണിക്കുന്നത്. കാരണം നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒബ്ലിഗേഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ ആണോ? ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ കാണിക്കുന്നത്. ശരിക്കും അതൊരു ലയബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും ലയബിലിറ്റി അല്ല. ഈ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് കാരണം, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കാരണം അതിലൊരു ലയബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ തന്നെ പഠിക്കുക. ഒരു ലയബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഒരിക്കലും ഒരു ലയബിലിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ലയബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തതാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമർ. ക്ലിയർ ആണോ? സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു, വിറ്റ് കിട്ടിയ റവന്യൂ. ക്ലിയർ ആണോ? അതിനെയാണ് സെയിൽ എന്ന് വിളിക്കുന്നത്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ്. നമ്മളുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അത് വിറ്റു, അത് വിറ്റ് കിട്ടുന്ന റവന്യൂ, ടോട്ടൽ റവന്യൂ, അതിനെയാ സെയിൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? കിട്ടിയ പൈസ. ഞാൻ 10 യൂണിറ്റ് സാധനം 100 രൂപയ്ക്ക് വിറ്റെങ്കിൽ 1000 രൂപയാണ് എന്റെ സെയിൽസ്. 1000 ഈസ് മൈ സെയിൽസ്. ക്ലിയർ ആണോ? ഞാൻ എന്റെ ഗുഡ്സോ സർവീസോ വിറ്റ് കിട്ടിയ പൈസയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ക്യാഷ് സെയിൽസും ആകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസും ആകാം. ക്ലിയർ ആണോ? ക്യാഷ് സെയിൽസും ആകാം, ക്രെഡിറ്റ് സെയിൽസും ആകാം. ഓക്കെ ആണോ? അതായത് ക്യാഷിനും സാധനം വിൽക്കാം, കടത്തിനും വിൽക്കാം. രണ്ടും സെയിൽസ് ആണ്. സാധനം വിറ്റാൽ മതി. ക്ലിയർ ആണോ? വിറ്റ് കിട്ടുന്ന റവന്യൂ, ആ റവന്യൂ നമ്മളുടെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് വന്നോ ഇല്ലയോ എന്ന് കൺസിഡർ ചെയ്യേണ്ട. വന്നാലും ഇല്ലെങ്കിലും അത് നമ്മളുടെ റവന്യൂ തന്നെ, നമുക്ക് കിട്ടേണ്ട പൈസ തന്നെയാ. സോ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. രണ്ടും സെയിൽസ് ആണ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അതാണ് സെയിൽസ്. അടുത്തതാണ് റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. ദീസ് ആർ ദ എമൗണ്ട് ഓഫ് ദ ബിസിനസ് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമർ, കോൾഡ് സെയിൽ റവന്യൂ. ക്ലിയർ ആണോ? സെയിൽ ചെയ്ത് കിട്ടുന്ന വരുമാനത്തെയാ റവന്യൂ എന്ന് വിളിക്കുന്നത്. അതിനെയാ സെയിൽ എന്ന് വിളിക്കുന്നത്. ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു സെയിൽ. സെയിൽ റവന്യൂവിനെയാണ് റവന്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് സെയിൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഓക്കെ ആണോ? അത് മാത്രമല്ല റവന്യൂവിൽ. ക്ലിയർ? റവന്യൂവിന് 2 ഭാഗമുണ്ട്. റവന്യൂ ഒന്ന് ഈ പറഞ്ഞതുപോലെ സെയിൽ
റവന്യൂ. ഒരു ബിസിനസ്സിന് സെയിൽസിൽ നിന്ന് മാത്രമാണോ വരുമാനം കിട്ടുന്നത്? അല്ല, വേറെ ചില കാര്യങ്ങളിൽ നിന്ന് വരുമാനം കിട്ടാം. ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മേൽ ഇൻട്രസ്റ്റ് കിട്ടാം. ബിസിനസ്സിന് മറ്റൊരു കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാം. അല്ലെങ്കിൽ ബിസിനസ് ചെയ്തു കൊടുത്ത ഒരു സർവീസിന് കമ്മീഷൻ കിട്ടാം, അല്ലെങ്കിൽ റോയൽറ്റി കിട്ടാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഭൂമിയുണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ട് റെന്റിന് കൊടുത്തെങ്കിൽ അതിനകത്തുനിന്ന് റെന്റ് കിട്ടാം. ഇതൊക്കെ ബിസിനസിന്റെ അതർ ഇൻകം ആണ്. അതർ ഇൻകം. ഓക്കെ ആണോ? അപ്പൊ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ റവന്യൂ മാത്രമല്ല, സെയിൽ റവന്യൂ പ്ലസ് അതർ റവന്യൂ രണ്ടും കൂടെ ചേരുന്നതാണ് റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂവിനെ ഇൻകം എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ സെയിൽ ഒരു പ്രധാനപ്പെട്ട റവന്യൂ ആണ്. ക്ലിയർ ആണോ? പ്രധാനപ്പെട്ട റവന്യൂ ആ. ചുരുക്കി പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻകം ആണെന്ന് പറയാം. ഡയറക്റ്റ് എന്താ പറയുന്നത്, ബിസിനസ് ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് സെയിൽ എന്ന് പറയുന്നത്. പക്ഷെ സെയിൽ മാത്രമല്ല റവന്യൂ, സെയിലിന്റെ കൂടെ അതർ ഇൻകവും കൂടെ ചേരുന്നതാണ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ റവന്യൂ ഇസ് ഈക്വൽ ടു സെയിൽ റവന്യൂ പ്ലസ് അതർ റവന്യൂ, അതർ ഇൻകം. ഓക്കെ അല്ലേ? അതാണ് റവന്യൂ. സെയിൽ മാത്രമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റവന്യൂ ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസ് ആണ് സെയിൽ എന്ന് പറയുന്നത്. അതർ പ്ലസ് അതർ ഇൻകം ആണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതാണ് റവന്യൂ. ഇനിയും അടുത്തതാണ് എക്സ്പെൻസ്. ഓക്കെ ആണോ? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. വരുമാനം നേടാൻ വേണ്ടി, റവന്യൂ നേടുന്നതിന് വേണ്ടി ചെലവാക്കിയ കോസ്റ്റ്, അതിനെയാണ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബിസിനസ് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ചെലവാക്കിയാലേ അതിനെ എക്സ്പെൻസ് എന്ന് വിളിക്കൂ. ബിസിനസ് ഓണറുടെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പൈസ കൊടുത്തു. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസിനെ സംബന്ധിച്ച് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ കൊടുത്തത്, ഓണറുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അത് എക്സ്പെൻസ് ആകത്തില്ല. ക്ലിയർ ആണോ? അതൊരിക്കലും എക്സ്പെൻസ് ആകത്തില്ല. അപ്പൊ എക്സ്പെൻസ് ആകണമെങ്കിൽ എന്തു വേണം? റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ചിലവുണ്ടായത്, എന്നാലേ അതിനെ എക്സ്പെൻസ് ആയിട്ട് വിളിക്കാൻ പറ്റത്തുള്ളൂ. ചാരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിനെ എക്സ്പെൻസ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. Expense are measured by the cost of asset consumed or service used during an accounting period. ഓക്കെ ആണോ? എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് പേ ചെയ്തു, റെന്റ് പേ ചെയ്തു, ഡിപ്രീസിയേഷൻ, സാലറി, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ഹീറ്റർ, ലൈറ്റ്, വാട്ടർ ചാർജുകൾ, ടെലിഫോൺ ചാർജുകൾ എക്സെട്ര. ഇതിനെയൊക്കെ നമുക്ക് എക്സ്പെൻസുകൾ എന്ന് വിളിക്കാം. ഇതൊക്കെയാണ് എക്സ്പെൻസുകൾ. ഒരു കാര്യം കൂടെ പറയാം. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻക്വേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ ആണ് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെയായിരിക്കും. ഒരു വർഷത്തിൽ താഴെയായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. സോ സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിംഗ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. പിടികിട്ടിയോ? എക്സ്പെൻഡിച്ചർ ഒരു ബ്രോഡ് ടേം ആണ്. എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് എക്സ്പെൻസ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? എക്സ്പെൻസ് എന്ന്. ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പൊ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടി ഇൻക്വയർ ചെയ്യുന്ന ഒരു കോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് വിളിക്കും. എക്സ്പെൻസിനെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണോ? ഇനി ഒരു വർഷത്തിൽ കൂടുതലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് തന്നെയാണ്, ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ സാലറി ഒരു വ്യക്തിക്ക് പേ ചെയ്യുമ്പോൾ അയാൾ ഒരു മാസത്തേക്കേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിനുശേഷം വീണ്ടും സാലറി പേ ചെയ്യണം, എന്നാൽ അടുത്ത മാസം അയാൾ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലെ? സോ സാലറിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെയാണ്. അതുകൊണ്ട് സാലറി ഒരു എക്സ്പെൻസാണ്. പിടികിട്ടിയോ? ഇനി ഞാൻ ഫർണിച്ചർ മേടിച്ചത് എന്നെ സംബന്ധിച്ച് ഒരു എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം ഫർണിച്ചർ മേടിച്ച ഒന്നിൽ കൂടുതൽ വർഷം ഫർണിച്ചർ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തും, ഒന്നിൽ കൂടുതൽ വർഷം ആ ഒരു ചെലവിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് കിട്ടും. സോ ഫർണിച്ചർ, മെഷീന്, അതുപോലെയുള്ള അസറ്റുകൾ ഞാൻ മേടിച്ചാൽ, ഫിക്സഡ് അസറ്റുകൾ ഞാൻ മേടിച്ചാൽ അതെന്താണ്?
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയി കൂട്ടാം. കാരണം അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ അതാണ് എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും. എക്സ്പെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ അല്ലേ? അതുപോലെ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയർ ബെനിഫിറ്റ് ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ് ഈസ് ലെസ് ദാൻ 1 ഇയർ. അടുത്തതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ലാഭം. ഓക്കെ ആണോ? റവന്യൂ എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ, റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻസ് ആണെങ്കിൽ അതിനെയാ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസസ് ഡ്യൂറിംഗ് ആൻ അക്കൗണ്ടിംഗ് ഇയർ ഈസ് പ്രോഫിറ്റ്. ഓക്കെ ആണോ? പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഓണർ, ഓണറുടെ ഇൻവെസ്റ്റ്മെന്റിനെ കൂട്ടുന്നു പ്രോഫിറ്റ്. അതായത് ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ, ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂടെ കൂടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്തായാലും ബിസിനസ്സിന് തിരിച്ചു കൊടുക്കും. പ്ലസ് പ്രോഫിറ്റ് ആർക്കുള്ളതാ? ഓണർക്കുള്ളതാ. സോ പ്രോഫിറ്റ് ഇൻക്രീസസ് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ഇൻക്രീസസ് ഓണേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ ആണോ? ഓണറുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ലാഭമാണ്. റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻസ്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ എന്തെങ്കിലും പൈസ കിട്ടി, അല്ലാതെ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയെങ്കിൽ അതിനെയാണ് ഗെയിൻ എന്ന് വിളിക്കുന്നത്. എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ഇവന്റ് ഓർ ട്രാൻസാക്ഷൻ വിച്ച് ആർ ഇൻസിഡന്റൽ ടു ബിസിനസ്. ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റീസ് ലഭിച്ചതല്ല. ഞാൻ ഫർണിച്ചർ മാനുഫാക്ചർ ആണെങ്കിൽ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്ത് വിറ്റത് കൊണ്ട് എനിക്ക് കിട്ടിയ റവന്യൂ എന്റെ എക്സ്പെൻസിനേക്കാൾ ഗ്രേറ്റർ ആയാൽ അത് പ്രോഫിറ്റാണ്. പക്ഷേ എന്റെ ആ ഒരു പ്രോസസ്, ഒരു മെഷീൻ ഉപയോഗിച്ചാണ് ഞാൻ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്നത്. ആ മെഷീൻ പഴയതായപ്പോ ഞാനത് വിറ്റപ്പോ നല്ല ലാഭത്തിൽ വിൽക്കാൻ സാധിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയത് ഒരു ഗെയിൻ ആണ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഞാൻ ഒരു കോർട്ട് കേസ് വിജയിച്ചു, എനിക്ക് കുറെ സെറ്റിൽമെന്റ് കിട്ടി, പൈസ കിട്ടി, അത് ഗെയിൻ ആണ്. എന്റെ മെയിൻ ആക്ടിവിറ്റി ഫർണിച്ചർ മാനുഫാക്ചറിങ്, അതിൽ നല്ല ഈ വരുമാനം കിട്ടിയത്. ഓക്കെ ആണോ? യെസ്. എന്റെ അസറ്റിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്കൊരു അസറ്റ് ഉണ്ട്, അത് ഞാൻ വിറ്റപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കൂടുതൽ പൈസ ഇതിന് കിട്ടി. അപ്പൊ അതെന്താണ്? എന്റെ മെയിൻ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ വരുമാനമല്ല, ഒരു ഇൻസിഡന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയ വരുമാനമാണ്. ഓക്കെ ആണോ? അപ്പൊ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, വിന്നിങ് എ കോർട്ട് കേസ്, അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, ഇതൊക്കെ എന്താ? ഗെയിൻ ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ ആണോ? ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അതിന്റെ എക്സ്പെൻസിനേക്കാൾ കൂടുതലാകുമ്പോൾ അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കും. അല്ലാത്ത ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയ റവന്യൂ അതിന് ചെലവായ എക്സ്പെൻസിനേക്കാൾ കുറവാണ്. അപ്പൊ അവിടെ എന്ത് വരും? നഷ്ടം വരും. അതാണ് നഷ്ടം മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന്. കേട്ടോ, മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന്. ഓക്കെ അല്ലേ? യെസ്. ഇനി അതുപോലെ തന്നെ യെസ്, അതിനെയാണ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോസ് വന്നാലും അതിനെ ലോസ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. ഓക്കെ ആണോ? അതായത് ഫയർ വന്നു, അല്ലെങ്കിൽ തെഫ്റ്റ് വന്നു, ഇങ്ങനെയൊക്കെ വരുന്നതും ലോസ് ആണ്. അപ്പൊ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഉണ്ടായതും ലോസ് ആണ്, അല്ലാതെ വരുന്നതും ലോസ് ആണ്. ക്ലിയർ ആണോ? രണ്ടിനെ ലോസ് എന്ന ഒറ്റ ടേം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് ലോസ് എന്ന് പറയുന്നത്. So the excess of expense of a period over its related revenue is termed as loss. It decreases owner's equity. ഓണറുടെ ഇക്വിറ്റി കുറയ്ക്കുന്നു. ഓണറുടെ ഇക്വിറ്റി മീൻസ് ഓണറുടെ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നു. ലോസ്. ഓണറുടെ ക്യാപിറ്റലിനെ കൂട്ടുന്നു അസറ്റ്. ഓക്കെ ആണോ? അസറ്റ് ഇൻക്രീസസ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ലോസസ് profit increases owner's capital and losses reduces owner's capital. ഓക്കെ ആണോ? അതാണ് പ്രോഫിറ്റും ലോസും എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിന്റെയോ സേവനത്തിന്റെയോ പ്രൈസിലുള്ള ഡിഡക്ഷനെയാണ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. സാധനത്തിന്റെയോ സേവനത്തിന്റെയോ പ്രൈസിലുള്ള ഡിഡക്ഷനെയാണ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഡിസ്കൗണ്ട് 2 തരമുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ ആണോ? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഹോൾസെയിലർ എന്താ പറയുന്നത്? മാനുഫാക്ചർ ടു ഹോൾസെയിലർ ആൻഡ് ബൈ ഹോൾസെയിലർ ടു റീറ്റെയിലർ. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നുകിൽ മാനുഫാക്ചർ ഹോൾസെയിലർക്ക് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതായിരിക്കും. എക്സാമ്പിൾ പറയാം. ഞാനൊരു ഹോൾസെയിലറാണ്.
മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ബൾക്കിന് കുറെ അധികം സാധനം മേടിച്ചു. ബൾക്കായിട്ട് ഞാൻ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അവര് പെർ യൂണിറ്റ് വില കുറച്ച് തരും. എന്നോട് പറയും നിങ്ങൾ ബൾക്കായിട്ട് മേടിച്ചാലേ ഒരു 10% കുറച്ച് പേ ചെയ്താൽ മതി, കാരണം നിങ്ങൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി മേടിച്ചതുകൊണ്ട്. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ബൾക്കായിട്ട് സാധനം മേടിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഡിസ്കൗണ്ട്, റിഡക്ഷൻ ഇൻ പെർ യൂണിറ്റ് പ്രൈസ് ബിക്കോസ് ഓഫ് ബൾക്ക് പർച്ചേസ്. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഹോൾസെയിലർ ടു റീറ്റെയിലർ, ഞാനൊരു റീറ്റെയിലറാണ്. ഹോൾസെയിലറുടെ കയ്യിൽ ഞാൻ ബൾക്കായിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? കുറച്ച് വില കുറച്ചായിരിക്കും സാധനം കിട്ടുന്നത്. അതാണ് എന്റെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും നമ്മൾ അക്കൗണ്ടിൽ എഴുതത്തില്ല. കാരണം എന്താ? നമ്മൾ മേടിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് കഴിച്ചുള്ള പ്രൈസിലാണ് നമ്മൾ മേടിക്കുന്നത്. ക്ലിയർ ആണോ? 10 രൂപയുടെ സാധനം എന്റെ സപ്ലയർ എനിക്ക് 8 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പർച്ചേസ് പ്രൈസ് 8 രൂപയാണ്. അപ്പൊ 8 രൂപയ്ക്കാണ് മേടിച്ചത്. 8 രൂപ എന്റെ കയ്യിൽ നിന്ന് കാശായി പോയുള്ളൂ. അപ്പൊ 8 രൂപയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്താൽ പോരെ? 8 രൂപയ്ക്ക് റെക്കോർഡ് ചെയ്താൽ ആ 2 രൂപ ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ വന്നോ? വന്നില്ല. സോ ട്രേഡ് ഡിസ്കൗണ്ടുകൾ ഒരിക്കലും അക്കൗണ്ടിന്റെ ഭാഗമാകത്തില്ല. ക്ലിയർ ആണോ? സോ ട്രേഡ് ഡിസ്കൗണ്ട് വിൽ നെവർ ബി പാർട്ട് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അത് കുറച്ച് എത്ര രൂപയാണ് പേ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എഴുതത്തുള്ളൂ. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്. പിന്നെ വേറെ എന്താ ഉള്ളത്? ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടത്തിനാണ് ഒരു സാധനം വിറ്റത്. ഞാൻ ബിക്ക് ഞാൻ കടത്തിന് ക്രെഡിറ്റിന് ഒരു സാധനം വിറ്റു. എന്നിട്ട് ഞാൻ ബിയോട് പറഞ്ഞു 30 ദിവസത്തിനുള്ളിൽ നീ എനിക്ക് പൈസ തന്നാ മതി. ഓക്കെ ആണോ? 30 ദിവസത്തിനുള്ളിൽ തന്നാ മതി. ക്രെഡിറ്റ് പീരീഡ് 30 ദിവസം. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൈസക്ക് അർജന്റ് ആയിട്ട് ഒരു ആവശ്യം വന്നു. ഞാൻ അവരോട് പറഞ്ഞു, എടാ എനിക്കറിയാം 30 ദിവസമാണ് ഞാൻ നിനക്ക് ക്രെഡിറ്റ് പീരീഡ് നൽകിയത്, പക്ഷേ ഒരു 5 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ പൈസ നീ തരികയാണെങ്കിൽ നിനക്കൊരു 5% ഡിസ്കൗണ്ട് തരാം. നീ നേരത്തെ പേയ്മെന്റ് നടത്തിയില്ലേ? നേരത്തെ നീ പേയ്മെന്റ് നടത്തുന്നതുകൊണ്ട് നിനക്ക് ഒരു 5% ഡിസ്കൗണ്ട് തരാം. ഇങ്ങനെ പ്രോംപ്റ്റ് പേയ്മെന്റിന്, ഓക്കെ ആണോ, കറക്റ്റ് ടൈമിൽ പേയ്മെന്റ് നടത്തുന്നതിനോ പറഞ്ഞതിനേക്കാൾ മുന്നേ പേയ്മെന്റ് നടത്തുന്നതിനോ ഒരു ഇൻസെന്റീവ്, ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ എഴുതും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഡിസ്കൗണ്ട് നമ്മളുടെ നഷ്ടമാണ്. ക്ലിയർ ആണോ? നമുക്ക് നഷ്ടമാണ്. നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് നമ്മളെ സംബന്ധിച്ച് നേട്ടമാണ്. നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് നേട്ടവും നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് നഷ്ടമാണ്. സോ നമ്മൾ അത് അക്കൗണ്ടിൽ എഴുതും. ട്രേഡ് ഡിസ്കൗണ്ടാണ് നമ്മൾ എഴുതാത്തത്. എന്ത് എഴുതും? ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ എഴുതും. അപ്പൊ എന്താ ട്രേഡ് ഡിസ്കൗണ്ട്? ബൾക്കായി പർച്ചേസ് ചെയ്യുമ്പം പെർ യൂണിറ്റ് കോസ്റ്റിൽ കിട്ടുന്ന റിഡക്ഷൻ, അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ വിലയിൽ കിട്ടുന്ന ഡിസ്കൗണ്ട്, അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി നമ്മൾ പൈസ മറ്റൊരാൾക്ക് കടത്തിന് നമ്മൾ സാധനം വിറ്റു, അയാൾ നേരത്തെ പൈസ തിരിച്ചു തരുന്നതിന് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ തരുന്നതിന് അയാൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ ഭാഗമാകത്തുള്ളൂ. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എഴുതത്തില്ല. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതൊരു ട്രാൻസാക്ഷനും എഴുതുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഒരു സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു എവിഡൻസിന്റെ ബേസിസിലാണ്, ഒരു ഡോക്യുമെന്ററി എവിഡൻസിന്റെ ബേസിസിലാണ്. അതിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻ എന്തുകൊണ്ട് റെക്കോർഡ് എഴുതി എന്ന് യൂസർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, സാർ അതിന്റെ വൗച്ചർ വേണ്ടി ഇതാണ്, ഇതിന്റെ ബേസിസിലാണ് എഴുതിയത്, ഈ ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവ് ഇതാണ്. അങ്ങനെ തെളിവുണ്ടാകണം. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫിഗർ എഴുതാൻ സാധിക്കത്തില്ല. പ്രോപ്പർ ഡോക്യുമെന്ററി എവിഡൻസിന്റെ സപ്പോർട്ടോട് കൂടിയേ ഒരു ട്രാൻസാക്ഷൻ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഡോക്യുമെന്ററി എവിഡൻസിനെ വിളിക്കുന്ന പേരാ വൗച്ചർ എന്ന് പറയുന്നത്. ഇഫ് വി ബൈ ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനം മേടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് മെമ്മോ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റിന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻവോയ്സ് കിട്ടും. ക്ലിയർ ആണോ? യെസ്. അല്ലെങ്കിൽ നമ്മൾ വേജ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് റെസീറ്റ് കിട്ടും. ഓക്കെ ആണോ? സോ ഇതൊക്കെയാണ് എന്ത്? ആ എവിഡൻസ്, നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തി എന്നതിന്റെ എവിഡൻസ്. സോ ഇതിനെയാണ് വൗച്ചർ എന്ന് വിളിക്കുന്നത്. ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ, അതാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഇൻ വിച്ച് ദ ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്. ബിസിനസ് ഏതൊരു പ്രോഡക്റ്റിലാണോ ഡീൽ ചെയ്യുന്നത് അതിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിനെ സർവീസ് എന്ന് പറയും. ബിസിനസ് ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗുഡ്സ്. ഓക്കെ ആണോ? ഇൻ ടേംസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ്. ഒന്നെങ്കിൽ നമ്മൾ മേടിച്ച് വിൽക്കുമായിരിക്കും. നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ
ട്രേഡർ ആണെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് മേടിച്ച് കുറച്ചുകൂടെ വാല്യൂ ആഡ് ചെയ്ത് വിൽക്കും. ഇനി നമ്മളൊരു മാനുഫാക്ചർ ആണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കും. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ആ വിൽക്കാൻ വേണ്ടി മേടിച്ചതോ വിൽക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തതോ ആയ സാധനത്തിനെ വിളിക്കുന്ന പേര്, പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗുഡ്സ്. ഓക്കെ ആണോ? ദ ഐറ്റം ദാറ്റ് ആർ പർച്ചേസ് ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ആർ നോട്ട് കോൾഡ് ഗുഡ്സ്. നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനം മേടിച്ചാൽ അത് ഗുഡ്സ് അല്ല. ഓക്കെ ആണോ? മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം മേടിച്ചാൽ അത് ഗുഡ്സ് ആണ്. പക്ഷെ ബിസിനസ്സിൽ ഉപയോഗിക്കാനാണ് മേടിക്കുന്നത്, ഗുഡ്സ് അല്ല. ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഗുഡ്സ് അല്ല. പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൽക്കാനാണെങ്കിലേ ഗുഡ്സ് ഉള്ളൂ. അപ്പൊ വിൽക്കുക എന്ന ഇന്റൻഷൻ ഇമ്പോർട്ടന്റ് ആണ്, എന്നാലേ അത് ഗുഡ്സ് ആകത്തുള്ളൂ. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ, എ ഫർണിച്ചർ ഡീലർ പർച്ചേസസ് ചെയർ ആൻഡ് ടേബിൾ ഇസ് ടേംഡ് ആസ് ഗുഡ്സ്. ഫർണിച്ചർ ഡീലർ എന്തിനായിരിക്കും ചെയറും ടേബിളും മേടിക്കുന്നത്? മറിച്ച് വിൽക്കാൻ. അപ്പൊ അത് ഗുഡ്സ് ആണ്. പക്ഷെ മറ്റൊരു വ്യക്തി ഫർണിച്ചർ ഡീലർ അല്ല, അയാള് ഒരു ഫർണിച്ചർ മേടിച്ചാൽ അയാളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഫർണിച്ചർ മേടിച്ചത്. സോ അയാളെ സംബന്ധിച്ച് ആ ഫർണിച്ചർ ഒരു അസറ്റ് ആണ്. ഓക്കെ ആണോ? ഗുഡ്സ് വേറെ, അസറ്റ് വേറെ. അയാൾ മേടിക്കുന്നത് തന്റെ ബിസിനസ്സിൽ ഉപയോഗിക്കാനാണ് അയാളെ സംബന്ധിച്ചത് അസറ്റും, അയാൾ മേടിക്കുന്നത് മറിച്ച് വിൽക്കാനാണെങ്കിൽ അയാളെ സംബന്ധിച്ചത് ഗുഡ്സുമാണ്. സിമിലർലി സ്റ്റേഷനറി മെർച്ചൻസ് ആണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് എന്തായിരിക്കും? ഗുഡ്സ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് സ്റ്റേഷനറി ഒരു എക്സ്പെൻസ് ആയിരിക്കും. ക്ലിയർ ആണ്? സ്റ്റേഷനറി ഐറ്റംസ്, പേപ്പർ, പേന, നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ്, ഒരു ചെലവായിരിക്കും. ക്ലിയർ അല്ലേ? ഒരു എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ ഞാനൊരു സ്റ്റേഷനറി മെർച്ചന്റ് ആണെങ്കിൽ, ഞാൻ ഗുഡ്സ് മേടിക്കുകയാണെങ്കിൽ അതെന്താണ്? അല്ലെങ്കിൽ സ്റ്റേഷനറി മേടിക്കുകയാണെങ്കിൽ അതെന്താണ്? എന്നെ സംബന്ധിച്ച് ഒരു ഗുഡ്സ് ആണ്. അതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. ഡ്രോയിങ്സ് സംഭവം ഇത്രയേ ഉള്ളൂ. ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കും. ബിസിനസ്സുകാരൻ ബിസിനസ്സിനകത്തുനിന്ന് പൈസ സ്വന്തം ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയാൽ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ശ്രദ്ധിക്കുക, സ്വന്തം ആവശ്യത്തിന്. ബിസിനസിന്റെ ആവശ്യത്തിനാണെങ്കിൽ അത് എക്സ്പെൻസാ, കാരണം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ, എക്സ്പെൻസാ. പക്ഷെ സ്വന്തം ആവശ്യത്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ, സ്വന്തം വീട്ടിലെ ആവശ്യത്തിനോ സ്വന്തം കാര്യത്തിനോ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. വിഡ്രോവൽ ഓഫ് മണി തന്നെ ആകണമെന്നില്ല, ഓർ ഗുഡ്സ്. മണി ഓർ ഗുഡ്സ് ഓണർ വിഡ്രോ ചെയ്യുന്നു ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ഇസ് നോൺ ആസ് ഡ്രോയിങ്സ്. പേഴ്സണൽ യൂസിന് വേണ്ടി ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഡ്രോയിങ്സും എന്ത് ചെയ്യും? റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഓണർ, അല്ലെങ്കിൽ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഡ്രോയിങ്സും, മറ്റേത് ലോസും. ഡ്രോയിങ്സ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും രണ്ടും ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യും. പ്രോഫിറ്റ് ഉണ്ടായാൽ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യും. സോ ഡ്രോയിങ്സ് ഈസ് ആൻ ഐറ്റം വിച്ച് റെഡ്യൂസസ് ക്യാപിറ്റൽ എലോങ് വിത്ത് ലോസ്. ക്ലിയർ ആണോ? അതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താ? മേടിക്കുക. നമ്മൾ മേടിച്ച സാധനത്തിനെയാണ് പർച്ചേസ് എന്ന് വിളിക്കുന്നത്. മേടിച്ച സാധനം എന്ന് പറഞ്ഞാൽ മേടിച്ച ഏതൊരു സാധനമല്ല, മേടിച്ച ഗുഡ്സിനെ മാത്രമേ പർച്ചേസ് എന്ന് വിളിക്കൂ. നമ്മൾ വിറ്റ ഗുഡ്സിനെയാണ് സെയിൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഗുഡ്സ് നമ്മൾ മേടിച്ചാൽ പർച്ചേസ്, മേടിച്ച ഗുഡ്സിന്റെ വാല്യൂ പർച്ചേസ്, വിറ്റ ഗുഡ്സിന്റെ വാല്യൂ സെയിൽസ്. ക്ലിയർ ആണോ? പർച്ചേസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ഓർ ഓൺ ക്യാഷ്. പർച്ചേസ് ക്യാഷിനും ആകാം, സെയിൽസിന്റെ കൂട്ട് തന്നെ പർച്ചേസും ക്യാഷിനും ആകാം, ക്രെഡിറ്റും ആകാം. സോ ടോട്ടൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണ്? പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പർച്ചേസ് ചെയ്ത് നമ്മൾ പ്രോസസ് ചെയ്ത് വിൽക്കും. വിത്ത് ഓർ വിത്തൗട്ട് പ്രോസസ്സിംഗ്. എനിക്ക് പ്രോസസ് ചെയ്ത് വിൽക്കാം, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാതെ വിൽക്കാം. മാനുഫാക്ചറിംഗ് കൺസേണിനെ സംബന്ധിച്ച് അവർ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും. ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കും, എന്നിട്ട് അത് സെയിൽ ചെയ്യും. സോ ട്രേഡർ ഒരു സാധനം പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് വിത്ത് ഓർ വിത്തൗട്ട് പ്രോസസ്സിംഗ് സെയിൽ ചെയ്യും. മാനുഫാക്ചറിംഗ് കൺസേൺസ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് പ്രോസസ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വിൽക്കും. അപ്പൊ എന്താണോ പർച്ചേസ് ചെയ്തത്, മാനുഫാക്ചറിംഗ് കൺസേണിന്റെ കേസിൽ റോ മെറ്റീരിയൽ അതാണെങ്കിൽ അതാണ് പർച്ചേസ്. റോ മെറ്റീരിയൽ 10,000 രൂപയ്ക്ക് മേടിച്ചെങ്കിൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു 10,000. ഒരു ട്രേഡർ ആണെങ്കിൽ അയാൾ ഒരു ഗുഡ് എ 10,000 റുപ്പീസ് മേടിച്ചെങ്കിൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു 10,000. അത് 20,000 രൂപയ്ക്ക് വിറ്റെങ്കിൽ സെയിൽ ഈസ് ഈക്വൽ ടു 20,000. അപ്പൊ ഓർക്കുക, ഗുഡ്സ് മേടിച്ചാൽ മേടിച്ച വില പർച്ചേസ്, ഗുഡ്സ് എത്ര രൂപയ്ക്ക് വിൽക്കുന്നോ അത് സെയിൽസ്. ഈ പർച്ചേസ് ക്രെഡിറ്റും ആകാം, ക്യാഷും ആകാം, സെയിൽസ് ക്രെഡിറ്റ് സെയിൽസും ആകാം, ക്യാഷ് സെയിൽസും ആകാം. ഓക്കെ അല്ലേ? അതാണ് പർച്ചേസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ?
സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഗുഡ്സ്, ക്ലിയർ ആണോ? അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ ഐറ്റംസ് ഇൻ ബിസിനസ്, ക്ലിയർ അല്ലേ? അതിനെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. അതിനെ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയും. നമ്മളുടെ കയ്യിലുള്ള ഗുഡ്സ് ആയിക്കോട്ടെ, സ്പെയർ പാർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഒരു വർഷത്തിന്റെ അവസാനം നമ്മളുടെ കയ്യിൽ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ എൻഡിങ് ഇൻവെന്ററി എന്ന് വിളിക്കും. ഒരു വർഷാവസാനം വിൽക്കാതെയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, ഇത് ഏതെങ്കിലും നമ്മളുടെ കയ്യിൽ വിൽക്കാതെയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെയോ ഇരിപ്പുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ക്ലോസിംഗ് ഇൻവെന്ററി. ക്ലിയർ ആണോ? ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് എന്തൊക്കെ വരാം? റോ മെറ്റീരിയൽ വരാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ് വരാം. ഒരു ട്രേഡറെ സംബന്ധിച്ച് അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് മാത്രമേ എന്ത് വരത്തുള്ളൂ? ഇൻവെന്ററി വരത്തുള്ളൂ. സോ ഫോർ എ ട്രേഡർ, അയാൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ ഒരു വർഷം അവസാനം മേടിച്ചത് എന്തെങ്കിലും വിൽക്കാതെ അൺസോൾഡ് ആയിട്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. പക്ഷെ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് അയാൾ എന്താ മേടിക്കുന്നത്? റോ മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, ആ റോ മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ റോ മെറ്റീരിയൽ അയാളുടെ ക്ലോസിംഗ് സ്റ്റോക്കാ. ഇനി റോ മെറ്റീരിയൽ ഉപയോഗിച്ചു പക്ഷെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയില്ല, അതാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. അതെന്താ? അതും അയാളുടെ എന്താ പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ഇനിയും അവസാനം ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കാതെ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സും അയാളുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. വിറ്റ ഫിനിഷ്ഡ് ഗുഡ്സ് ഒരിക്കലും സ്റ്റോക്ക് ആകത്തില്ല, നമ്മുടെ കയ്യിലില്ല. സോ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലിയർ ആണോ? അതുപോലെ ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. 2025 ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും 2026 ഓപ്പണിംഗ് സ്റ്റോക്ക്. കാരണം ഈ സ്റ്റോക്ക് കൊണ്ടാണ് അടുത്ത വർഷം തുടങ്ങുന്നത്. So closing stock of 1 year is opening stock of the next year. So opening stock എന്ന് പറഞ്ഞാൽ എന്താ? Amount of stock at the beginning of an accounting period. So 2025 closing stock will be the stock at the beginning of 2026. So closing stock of 2025 will be the opening stock of 2026. Clear ആണോ? അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡെറ്റേഴ്സ്. ഓൾറെഡി പറഞ്ഞു, നമുക്ക് പൈസ തരാനുള്ളവരെയാ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എന്താണ്? അത് നമ്മളുടെ കറണ്ട് അസറ്റ് ആണ്. അത് നമ്മൾ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. നമുക്ക് പൈസ കിട്ടാനുള്ളതായതുകൊണ്ട് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണ്, കറണ്ട് അസറ്റ്. ഒരു വർഷത്തിനുള്ളിൽ കിട്ടുമെന്ന അസംഷൻ. നമുക്ക് പൈസ തരാനുള്ളവരെ നമ്മുടെ ഡെറ്റേഴ്സ് എന്ന് വിളിക്കും. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞത് കാണിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചത് ലൈബിലിറ്റിയാ. സോ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഇതൊരു ഷോർട്ട് ടേം ലൈബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്യുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ക്രെഡിറ്റേഴ്സ് ആർ ട്രീറ്റഡ് ലൈക്ക് creditors are current liability, debtors are current asset. Debtors current asset ഉം creditors current liability ഉം debtors asset side of balance sheet ലും creditors liability side of balance sheet ലും കാണിക്കും. ഓക്കെ ആണോ? അതാണ് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഓക്കെ അല്ലേ? സോ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പ്രധാനപ്പെട്ട ടേംസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. ഒട്ടുമിക്ക എല്ലാ ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ എന്താ കണ്ടേ? എന്താണ് അക്കൗണ്ടിങ് എന്ന് കണ്ടു. അതിനുശേഷം അക്കൗണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഫീച്ചേഴ്സ് കണ്ടു. റിലയബിൾ ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കമ്പയറബിൾ ആയിരിക്കണം. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു. റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ, ഈ ഇൻഫർമേഷൻ യൂസേഴ്സിന് പാസ് ചെയ്യാൻ. പിന്നെ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് കണ്ടു. എന്താണ് എൻറ്റിറ്റി, എന്താണ് ഒരു ട്രാൻസാക്ഷൻ, ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ എന്താണ്, സെയിൽ എന്താണ്, റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ്, പ്രോഫിറ്റ്, ഗെയിൻ, ലോസ്, ഡിസ്കൗണ്ട് എന്താണ്, അത് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും എന്താണ്, വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രോയിങ്സ് എന്താണ്, അതിനുശേഷം പർച്ചേസ്, സ്റ്റോക്ക്, ഡെറ്റർ, ക്രെഡിറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കും ഒരു ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് പ്രധാനമായിട്ടും ഇത്രയും കോൺസെപ്റ്റ്സ് ആ ഉള്ളത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് ഓർ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്,
റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ഇതിനെയൊക്കെ നമുക്ക് പ്രിൻസിപ്പിൾസ് എന്നും വിളിക്കാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്ന് വിളിക്കാം. കോൺസെപ്റ്റ് ഓർ കൺവെൻഷൻ ഓർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഏത് ബാക്കി വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആർ റെഫർ ടു ഫണ്ടമെന്റൽ ഐഡിയ ഓർ ബേസിക് അസംഷൻ അണ്ടർലൈങ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ചെയ്യുമ്പോൾ, അതായത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചില അസംഷൻസിന്റെ ബേസിസിലാണ് ആ റെക്കോർഡുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന അസംഷൻസ് ആണ് ഈ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നോക്കുക. നാളത്തെ ക്ലാസ്സിൽ ഈ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ?